நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ താലികെട്ട് കഴിഞ്ഞേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കൂ. ഇത് വെറും വാക്കല്ല, എന്റെ പ്രതിജ്ഞയാണ്. എന്റെ ഭർത്താവിനെയും എന്റെ അമ്മയും ഒരേപോലെ സാക്ഷിയാക്കി ഞാൻ എടുത്ത പ്രതിജ്ഞ. പെണ്ണാണെങ്കിൽ ഞാൻ ഈ വാക്ക് പാലിക്കും. നിധി, ഇതൊരു ട്രാപ്പായിരുന്നു. നീ ഇങ്ങനെ തന്നെ പ്രതികരിക്കുമെന്ന് കണക്കുകൂട്ടി ശിവാനിയുടെ അമ്മ ഒരുക്കിയ കെണി. എന്തിനാ അമ്മായിയെ മാത്രം കുറ്റം പറയുന്നത്? ഗൗതം അമ്മയെന്ന് വിളിക്കുന്ന ആ സ്ത്രീക്ക് ഈ ഗൂഢാലോചനയിൽ ഒരു പങ്കുമില്ലേ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ നീ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. ഗൗതമിന് വിഷമമായി കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എനിക്ക് ഇങ്ങനെയേ പെരുമാറാൻ അറിയുള്ളൂ. ഗൗതം എന്നോട് ക്ഷമിക്കണം. മോളെ, വലിയ അബദ്ധം നീ കാണിച്ചത്. സ്വന്തം ജീവിതം വെച്ച് ഇത്രയും വലിയൊരു പ്രതിജ്ഞ ആരും എടുക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങള് നീ ഒറ്റയ്ക്ക് സ്വയം തീരുമാനിക്കുന്ന എന്തിനാ മോളെ? ഗൗതമിനെയും കുടുംബത്തിലുള്ളവരെയും കുറിച്ച് നീ ഒന്ന് ഓർക്കണ്ടേ? പറ്റുമെങ്കിൽ ഇന്ന് തന്നെ മുടങ്ങിപ്പോയ താലിയിട്ട് നടത്താൻ കാത്തിരിക്കുക പാർവതി ആന്റി. ആന്റിയോട് ഇനി എന്തു പറയും? അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും. അമ്മ എന്റെ കൂടെ നിൽക്കും. അത് നിന്റെ തോന്നലാണ് നിധി. പാറുവിനെ എനിക്കറിയാവുന്നത്ര നിനക്കറിയില്ലല്ലോ. നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാൻ വ്രതം നോക്കി കാത്തിരിക്കുക പാറു. ആ പാവത്തിനെ സമാധാനിപ്പിക്കാൻ നിനക്ക് പറ്റില്ല. പാലിക്കാൻ പറ്റാത്ത പ്രതിജ്ഞകൾ എടുക്കരുത്. നീ ഇപ്പൊ തന്നെ അതിൽ നിന്ന് പിന്മാറണം. ഇല്ലമ്മേ, പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ശിവാനി ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങൾ ജീവിതം തുടങ്ങുന്നത് ശരിയല്ല. ഈ പ്രതിജ്ഞയിലൂടെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാ. ഗൗതമിന്റെ ജീവിതം രക്ഷിച്ച ശിവാനിയുടെ ജീവിതം സേഫ് ആക്കാനുള്ള ഉത്തരവാദിത്വം. ഒലക്കട മൂട്. ഈ പ്രതിജ്ഞയിലൂടെ നീ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല. ഇതിലൂടെ നമ്മുടെ ജീവിതം പണയം വെക്കുകയാണ് നീ ചെയ്തത്. വളരെ നിസ്സാരമായി പറഞ്ഞൊരു വാക്കിലൂടെ നീ എല്ലാം തകിട് മറിച്ചു. ഈശ്വരമംഗലം കുടുംബത്തിന്റെ തായ്വേര് അറക്കാൻ ശക്തിയുള്ള ഒരു തീരുമാനമായി പോയത്. നിന്റെ ഈ തീരുമാനത്തില് ഗൗതമിന് കടുത്ത അമർഷവും സങ്കടമുണ്ട്. ഈ പ്രശ്നം നിന്റെ ഭാവിയെ ബാധിച്ചേക്കും മോളെ.
ഗൗതമേട്ടനോട് പ്രതിജ്ഞയിൽ നിന്നും പിന്മാറാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക ചേച്ചി. ഗൗതമിനെ ഞാൻ സമാധാനിപ്പിച്ചോളാം, പക്ഷേ അതിനു വേണ്ടി ഞാൻ എന്റെ വാക്ക് പിൻവലിക്കില്ല. മോളെ, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഇതിന്റെ പേരിൽ എന്റെ ജീവിതത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവള് ഗൗതമിനോട് തനിച്ച് സംസാരിക്കട്ടെ. എന്നിട്ടും പ്രയോജനമില്ലെങ്കിൽ നമുക്കിടപെടാം. വെറുതെ ഇടപെട്ടിട്ട് കാര്യമില്ല. അമ്മാവനും അമ്മയും ചേർന്ന് ചേച്ചിയെ വരച്ച് വരെ നിർത്തണം. അവളെ മാത്രമല്ല, എന്റെ മോളെയും രേണുകയും ഒക്കെ ശരിയാക്കിയേ പറ്റൂ. ഗൗതം, എന്നെ വെറുക്കരുത്. എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെയായിപ്പോയി. നീ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നമുക്കിടയിൽ വെറുപ്പിന്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഒരു കാലത്ത് നിധിയെ വെറുക്കാനോ തള്ളിപ്പറയാനോ ഈ ഗൗതമിന് പറ്റില്ല. ഒരുപാട് ഗുണങ്ങളുള്ളവളാണ്. അതേ ഗുണങ്ങൾ തന്നെയാണ് നിന്നെ ഒരു മുൻകോപിയും എടുത്തുചാട്ടക്കാരിയുമാക്കിയത്. ഒരു നിമിഷത്തെ അവിവേകത്തിലാണ് നീ ആ പ്രതിജ്ഞ എടുത്തത്. പക്ഷെ സമാധാനമായിട്ടൊന്ന് ആലോചിച്ചാൽ അതൊരു തെറ്റായിപ്പോയെന്ന് ബോധ്യമാവും. ശിവാനിയുടെ ജീവിതം ഗൗതമിനും പ്രശ്നമല്ലേ? അവളിനെ അനിയത്തിയായിരിക്കുമെന്ന് ഗൗതം അമ്മാവനും അമ്മായിക്കും വാക്കു കൊടുത്തതല്ലേ? ശരിയാ, വാക്കു കൊടുത്തതാ. പക്ഷെ അനിയത്തിമാരെ എല്ലാം കെട്ടിച്ചു വിട്ടിട്ട് സ്വന്തം കുടുംബജീവിതം തുടങ്ങുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ശിവാനിക്ക് കല്യാണം നടക്കുന്നവരെ നമ്മൾ ഒന്നിക്കാതിരിക്കുന്നതിൽ എന്ത് ലോജിക്കാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പറഞ്ഞുപോയി. ഇനി എന്റെ വാക്ക് നിറവേറ്റേണ്ടത് ഗൗതമിന്റെ കൂടെ ഉത്തരവാദിത്വം. കറങ്ങി തിരിഞ്ഞപ്പോ അതും എന്റെ തലയല്ലേ അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാത്തിലും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവനാ ഞാൻ. പക്ഷേ ഈ തീരുമാനം നിന്റേത് മാത്രമാ. പാറുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാ. അത് ഞാൻ ചെയ്തോളാം. ഗൗതം കൺവിൻസ്ഡ് ആണോന്നാ എനിക്ക് അറിയേണ്ടത്. ഒട്ടും കൺവിൻസ്ഡ് അല്ല. എന്നെ കൺവിൻസ് ചെയ്യിക്കാൻ നീ ശ്രമിക്കുകയും വേണ്ട. ഒരു കുട്ടിയുടെ കയ്യിൽ ഒന്നാന്തര ഹൽവ കഷ്ണം ഉണ്ടെന്ന് കരുതുക. അത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കോ? ഒരിക്കലും ഇല്ല. അവൻ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും. ഈ ഉപമ എന്തിനാ ഇപ്പൊ പറഞ്ഞേ? ആ കുട്ടി ഞാനായതുകൊണ്ട്. അയ്യോ അയ്യോ, എന്റെ മോളെ, അമ്മയ്ക്ക് ഗതി കാണേണ്ടി വന്നല്ലോ. ഞാനിതെങ്ങനെ സഹിക്കും എന്റെ മോളെ? നോക്ക്, ഇവിടെ കിടന്ന് ബഹളൊന്നും വെക്കണ്ട. ശിവാനിക്ക് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് ആന്റിന്റെ ത്യാഗത്തിന്റെ വില ഇടിക്കരുത്. ജീവൻ പണയം വെച്ച ഞാൻ ഈ കൈ മുറിച്ച് സ്റ്റെപ്പിലേക്ക് എടുത്ത് ചാടിയത്. നീ എടുത്ത റിസ്കിന് ഫലം ഉണ്ടായി. നിനക്കൊരു ജീവിതം ഉണ്ടായിട്ടെ താലികെട്ട് നടത്തൂന്ന് നിധി പ്രതിജ്ഞ എടുത്തു. ആണോ? നിധി വാക്ക് പറഞ്ഞ വാക്കാ. ഒരിക്കലും അവളത് തെറ്റിക്കൂല. ഇതിനൊക്കെ പ്രത്യുപകാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാഡം. അതെനിക്കറിയാം. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും ആവാത്തൊരു തുക ഞാൻ തരും. ആദ്യം നിധി ഈശ്വരമംഗലത്തു നിന്ന് പുറത്താവട്ടെ. കാശ് മാത്രം പോരാ മാഡം. നിധിയെ പുറത്താക്കിയിട്ടേ ഇവളെ ഗൗതമോന്റെ ഭാര്യയാക്കണം.